എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വനമാലിയും ഗിരിദേവനും ചേർന്നിട്ട് ഉണ്ണിമോളോട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാരസ്കാസുരനെ കുറിച്ചുള്ള കഥയാണ് ഉണ്ണിമോളോട് വനമാലി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഉണ്ണിമോളോട് ഗിരിദേവൻ ചോദിച്ചു, ഉണ്ണിമോൾക്ക് ഈ കാരസ്കാസുരൻ ആരാന്നറിയാവെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, ആ കഥ എന്നോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ഫസ്മാസിന്റെ മകനാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു, ശരിയാ ഉണ്ണിമോള് പറഞ്ഞു, ഫസ്മാസിന്റെ മകനാണ്. പക്ഷേങ്കില് ഈ കാരസ്കാസുരൻ എന്ത് ചെയ്തു? കാരസ്കാസുരന് പേടിയായി തന്റെ പിതാവിന്റെ ദുരന്തം തനിക്ക് സംഭവിക്കുമെന്ന്. ഭസ്മാസുരനെ അവസാനം ശിവാൻ ഭസ്മമാക്കല്ലേ ചെയ്തേ. അപ്പൊ അതുപോലെ ഒരു ദുരന്തം തനിക്ക് സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കാട്ടി വന്ന് ഒളിച്ചു താമസിക്കാതെ. പക്ഷെങ്കിൽ അയാൾ ഒളിച്ചു താമസിച്ചെങ്കിലും അയാൾ അതിലെ വരുന്ന ആൾക്കാരെ ഒന്നും വെറുതെ വിട്ടില്ല. അവസാനം പരശുരാമൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പരശുരാമൻ കാരസ്കാസുരനെ കാണാനായിട്ട് എത്തുവാണ്. പക്ഷെ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പരശുരാമന്റെ നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. അങ്ങനെ ആക്രമണം അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ പരശുരാമൻ എന്ത് ചെയ്യാൻ കാരസ്കാസുരനെ വധിക്കുകയോ ചെയ്തേ. അയാളുടെ ശല്യം അതോടെ അവസാനിപ്പിച്ചു. കാരണം ഒരു മനുഷ്യന്മാരെ പോലും, മനുഷ്യരെന്നല്ല മൃഗങ്ങൾ പോലും ആ കാട്ടിലേക്ക് കയറിച്ചെല്ലാൻ ഭയപ്പെട്ടിരുന്നു. കാരണം അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു അയാൾ. അതിൽ വരുന്ന ആൾക്കാരെ എല്ലാം കൊന്നെടുക്കുമായിരുന്നു. എന്നിട്ട് അയാൾ ആ കാടങ്ങനെ പിടിച്ചടക്കി അവിടെ ഇങ്ങനെ വാഴുമായിരുന്നു. അങ്ങനെ അവസാനം പരശുരാമന്റെ കൈകൾ കൊണ്ടാണ് അയാൾ മരണപ്പെടുന്നത്. പരശുരാമൻ അയാളെ വധിച്ചതിന് ശേഷം കാട്ടിക്കൂടെ നടന്നു പോകുന്ന സമയത്താണ് ഒരു അലൗകിക പ്രഭാവം അവിടെ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പരശുരാമന് തോന്നി, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. കാരണം താൻ ഇങ്ങോട്ട് വന്നെങ്കിലും തനിക്ക് അയാളെ വധിച്ചെങ്കിലും, ആ അസുരനെ വധിച്ചെങ്കിലും തിരിച്ചു പോകേണ്ട തോന്നില്ല. കാരണം തനിക്ക് മറ്റെന്തോ ചെയ്യാനുണ്ടെന്ന ഒരു തോന്നല് അയാളുടെ ഉള്ളിലുണ്ടാവണം. അങ്ങനെ നടക്കുമ്പോഴാണ് അയാൾ ആ അലൗകിക പ്രഭാവം കാണുന്നത് തന്നെ. പെട്ടെന്ന് പരശുരാമൻ അങ്ങോട്ടേക്ക് വന്നു. പരശുരാമൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശിവലിംഗം ഇരിക്കുന്നുണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പരശുരാമൻ ഒരു കാര്യം മനസ്സിലായി, ശിവന്റെ പ്രഭാവം ഇവിടെയുണ്ട്. പരശുരാമൻ പെട്ടെന്ന് അതിന്റെ ചുറ്റും നടന്ന് ശിവഭഗവാനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശിവഭഗവാൻ അങ്ങോട്ട് വന്നു. ശിവഭഗവാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പരശുരാമൻ താൻ വന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ കാരസ്കാസുരനെ വധിക്കാനായിട്ട് വന്നാണ്, അദ്ദേഹത്തെ വധിച്ചു. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കെന്തോ തിരിച്ചു പോകാൻ തോന്നില്ല. എനിക്ക് വേറെന്തോ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യാനുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെന്താണെന്ന് മാത്രം എനിക്കറിയില്ല ഭഗവാനെ എന്ന് പറയാണ്. പിന്നീട് പരശുരാമൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ശിവലിംഗം കാണുന്നത്. എന്താണ് ഭഗവാനെ ഈ കാട്ടിൽ ഈ ശിവലിംഗം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ശിവഭഗവാൻ പറഞ്ഞു, പണ്ട് പാലാഴി മർദ്ദന സമയത്ത് വാസുകി കണ്ടത്തിൽ നിന്ന് വന്ന ആ കാടകൂട വിഷം അത് പ്രപഞ്ചത്തെ മൊത്തം നശിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഞാനിത് വിഴുങ്ങുക ചെയ്തേ. അങ്ങനെ അത് എന്റെ ശരീരം മൊത്തം ബാധിക്കുന്ന സമയത്ത് ഞാൻ സ്വയം വൈദ്യനാഥനായി ആത്മബന്ധം സ്ഥാപിച്ച് അതിൽ നിന്ന് ഞാൻ രക്ഷ തേടുക ചെയ്തേ, മുക്തി തേടുക ചെയ്തേന്ന് പറയണം. പിന്നീട് പരമശിവൻ പറഞ്ഞു, എനിക്ക് സംഭവിച്ച പോലെ തന്നെ ഒന്ന് സൂര്യഭഗവാന് സംഭവിച്ചിട്ടുണ്ട്. ഒരു നാശം ഒരിക്കൽ സംഭവിച്ചു. കാരണം വലിയൊരു വ്യാധി വന്ന പുഴകളും അതുപോലെ തന്നെ കാടുകളും മലകളും എല്ലാം ഒരു തവണ മലിനമാക്കപ്പെട്ടു. അങ്ങനെ അവിടെ നിന്നേറ്റ കൺമൻഷമേറ്റ സൂര്യഭഗവാന്റെ പ്രഭാവത്തിനും മങ്ങലേറ്റു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സൂര്യഭഗവാന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വന്നു. സൂര്യഭഗവാന്റെ പ്രഭാവത്തിന് തന്നെ മങ്ങലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം പ്രപഞ്ചത്തിന് തന്നെ അത് വലിയ ദുരന്തമായിട്ട് മാറും. പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സൂര്യഭഗവാന് എന്നെ കാണാനായിട്ട് വന്നു. അവസാനം തന്റെ സങ്കടം ഉണർത്തിച്ചു. എന്റെ പ്രഭാവത്തിന് മങ്ങലേറ്റിരിക്കുകയാണ്, വലിയൊരു വ്യാധി വന്നിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടിയിട്ട് അന്നുണ്ടാക്കിയ ആ ആത്മബിംബം, ആ ആത്മലിംഗം, അത് ഞാൻ സൂര്യഭഗവാന് സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് അങ്ങൊന്ന് ഒരിടത്ത് കൊണ്ടേ പ്രതിഷ്ഠിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യഭഗവാൻ ചോദിച്ചു, ഞാനിത് എവിടെയാ കൊണ്ടേ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. കാരണം ശ്മശാന സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടേ വേണം ഇത് പ്രതിഷ്ഠിക്കാനെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യഭഗവാൻ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ശ്മശാന സാന്നിധ്യം ഇല്ലാത്ത എവിടെ കൊണ്ടേ പ്രതിഷ്ഠിക്കേണ്ടതെന്ന്. അവസാനം പരമശിവൻ പറഞ്ഞു, സഹ്യാദ്രി നിരകളിൽ ഒരിടത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടേ പ്രതിഷ്ഠിക്കാൻ പറയാണ്. അങ്ങനെ സൂര്യഭഗവാന് ഈ ആത്മലിംഗവുമായിട്ട് നേരെ പോയി. അങ്ങനെ അവസാനം ആ സഹ്യാദ്രി നിരകളിൽ എത്തുവാണ്. അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടേ പ്രതിഷ്ഠിച്ചു. ഈ ലിംഗം കൊണ്ടേ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുവാണ്.
അപ്പൊ ആ കഥകളൊക്കെയാണ് ഇന്ന് ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഉണ്ണിമോൾ ഈ കഥകളൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പൊ എത്ര ദിവസം ഉണ്ണിമോള് ഉണ്ടാവും എന്നറിയില്ല. ഒരുപക്ഷെ ഉണ്ണിമോള് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമോള് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വിഷം ഉണ്ണിമോളുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഉണ്ണിമോൾക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഔഷധം കിട്ടിയാൽ മതിയാവുള്ളൂ. പക്ഷെ അതിന് ഉണ്ണിമോൾ ഉണർന്നിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.